الحمد لله الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله المؤمنين والمؤمنات جنات عدن تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. ഏറ്റവും ആദരണീയരായ വിശ്വാസിനികൾ, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച, നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ സംവിധാനം ചെയ്ത സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു, സ്വർഗക്കാരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, റസൂൽ പറയാണ്, ഫൈദാ ദഖലൽ മുഅ്മിനൂനൽ ജന്ന, വിശ്വാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, വതൻഅമു ഫീഹാ ബിമാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതുമായ സുഖാനുഗ്രഹങ്ങളിലേക്ക് അവർ പ്രവേശിച്ചു കഴിയുമ്പോൾ, യുനാദീഹിം റബ്ബുഹും, റബ്ബ് സ്വർഗക്കാരെ വിളിക്കുകയാണ്. തബാറക വതആല, അനുഗ്രഹീതനായ അത്യുന്നതനായ റബ്ബ് വിളിക്കുകയാണ്, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗക്കാരെ, ഫയഖൂലൂന ലബ്ബൈക റബ്ബനാ വസഅദൈക, അവർ പറയും, റബ്ബേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു, നിന്നെ കൊണ്ട് ഞങ്ങൾ സൗഭാഗ്യത്തിലായിരിക്കുന്നു. ഫയഖൂലു, റബ്ബ് ചോദിക്കും, ഹൽ റളീതും, നിങ്ങൾ തൃപ്തരായോ? സ്വർഗത്തിൽ എത്തിപ്പെട്ട, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതുമായ സുഖാനുഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെട്ട നിങ്ങൾ തൃപ്തരായോ? ഫയഖൂലൂൻ, അപ്പൊ അവര് ചോദിക്കുന്നു, വമാ ലനാ ലാ നർളാ, എങ്ങനെയാണ് റബ്ബേ ഞങ്ങൾക്ക് തൃപ്തി വരാതിരിക്കുക? വഖദ് അഅതൈതനാ മാ ലം യുഅതി അഹദൻ മിൻ ഖൽഖിക്, നിന്റെ മറ്റൊരു സൃഷ്ടിക്കും നൽകാത്ത അനുഗ്രഹങ്ങൾ, സുഖാനുഗ്രഹങ്ങൾ ഇതാ ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ തൃപ്തി വരാതിരിക്കുക? ഫയഖൂലു, അപ്പൊ അല്ലാഹു പറയും, അന ഉഅതീകും അഫ്ളല മിൻ ദാലിക്, അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കും. ഖാലു യാ റബ്ബ്, റബ്ബേ, വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക്,
എന്താണ് അതിനേക്കാൾ ശ്രേഷ്ഠമായത്? ഞങ്ങൾക്ക് ഇപ്പോ തൃപ്തിയായി എന്ന് പറയാവുന്ന രൂപത്തിൽ പ്രതീക്ഷിക്കാത്ത അത്ര വലിയ സുഖാനുഗ്രഹങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത്. പിന്നെ അതിനേക്കാൾ വലിയ എന്ത് തൃപ്തിയാണ്, എന്ത് നേട്ടമാണ്, അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നീ നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഫയഖൂലു, അപ്പൊ അല്ലാഹ് പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ. ഇന്നേക്ക് മുതൽ നിങ്ങളുടെ മേൽ എന്റെ തൃപ്തി ഇറങ്ങിയിരിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങളോട് കോപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് എന്നേക്കുമായി എന്റെ തൃപ്തി നിങ്ങൾ നേടിയിരിക്കുന്നു, ഇറങ്ങിയിരിക്കുന്നു. ഇനി ഒരിക്കൽ പോലും നിങ്ങളോട് കോപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് കേൾക്കുമ്പോ വിശ്വാസികൾക്ക് സ്വർഗം ലഭിച്ചതിനേക്കാൾ വലിയ സന്തോഷമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ നേടുന്ന ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ തൃപ്തി. ഒരിക്കലും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരാവാത്ത നിലക്കുള്ള അള്ളാഹുവിന്റെ തൃപ്തി. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരൊക്കെ അതിനുവേണ്ടി പരിശ്രമിച്ചവരാണ്, പ്രാർത്ഥിച്ചവരാണ്. മഹാനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞു, യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അവർ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും അവന്റെ തൃപ്തിയും പ്രതീക്ഷിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് സീനാ പർവ്വതത്തിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോ വളരെ ധൃതിപ്പെട്ടുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം സീനാ പർവ്വതത്തിലേക്ക് എത്തി. അള്ളാഹ് ചോദിച്ചു, വമാ അഅജലക അൻ ഖൗമിക യാ മൂസ. തന്റെ ജനതയിൽ നിന്ന്, അവരുടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ചിങ്ങോട്ട് പോരാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് മൂസ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അജിൽതു ഇലൈക റബ്ബി ലിതർളാ. പടച്ചോനെ, ഞാൻ ഇത്ര ധൃതിപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത് നിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. റബ്ബി രക്ഷിതാവേ, ഔസിഅനി, നീ എനിക്ക് ഉദവി നൽകണം, തൗഫീഖ് നൽകണം. അൻ അശ്കുറ നിഅമതക, നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ. അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, നീ എന്റെ മേൽ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയിട്ടുള്ള മാതാപിതാക്കൾക്കും നീ തൗഫീഖ് നൽകണം. വൻ അഅമല സ്വാലിഹൻ തർളാ, നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നിനക്ക് തൃപ്തിപ്പെട്ട രൂപത്തിൽ സാലിഹായ അമലുകൾ ചെയ്യാനും നീ എനിക്ക് തൗഫീഖ് നൽകണം. നിന്റെ തൃപ്തി നേടുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, നിന്റെ കാരുണ്യത്തിൽ നിന്റെ സ്വാലിഹായ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണം. അവിടെ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, നിന്റെ തൃപ്തി നേടിയെടുക്കാവുന്ന രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ, നിന്റെ തൃപ്തി നേടിയെടുക്കാവുന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളുമായി കൊണ്ട് ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണമേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക്. അല്ലാഹുവേ, നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ നിന്റെ തൃപ്തി കൊണ്ട് രക്ഷ തേടുന്നു. നിന്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം എനിക്ക്. നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വിശ്വാസികളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ വിശ്വാസികൾ ജീവിതത്തിൽ നേടുന്ന ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ് അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ ലോകത്ത് നമ്മെ പ്രവേശിപ്പിക്കുന്നത്. ഒരിക്കലും 60 70 വയസ്സ് ആയുസ് കിട്ടുന്ന എനിക്കും നിങ്ങൾക്കും ജീവിതകാലം മുഴുവൻ സുജൂദിൽ കിടന്നാൽ പോലും അതിന് പകരം കൂലിയായി പ്രതിഫലമായി നൽകാവുന്ന അത്ര നിസ്സാരമല്ല സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത്
നമ്മള് നിസ്സാരമായ ചില കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോ അള്ളാഹു അവന്റെ അടിമകൾ എന്നുള്ള നിലക്ക് നമ്മെ തൃപ്തിപ്പെടുമ്പോ അതിനുള്ള സമ്മാനമായി നൽകുന്നതാണ്. അല്ലാതെ നമ്മളെ കർമ്മങ്ങൾ കൊണ്ട് വിലക്കെടുക്കാവുന്നതല്ല. അത്ര നിസ്സാരമല്ല സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരോട് അള്ളാഹു കൽപ്പിച്ച കർമ്മങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അള്ളാഹ് നിർബന്ധമാക്കിയ കർമ്മങ്ങളാണ് അവർ ചെയ്തത്. പക്ഷെ അവർ ചെയ്തത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. അവർ നിസ്കരിച്ചത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബത്തിനെ നിനക്ക് കാണാം. തറാഹും അവരെ കാണാം റുക്കഅൻ സുജ്ജദൻ, അവർ റുകൂഉം സുജൂദും ഒക്കെ ചെയ്യുന്നു. യബ്തഗൂന ഫളൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തം വരിളുവാന, അള്ളാഹുവിന്റെ ഔദാര്യവും തൃപ്തിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ജീവിതത്തിലെ എല്ലാ വാക്കുകളും അള്ളാഹുവിന്റെ കോപത്തെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തിയെ ആഗ്രഹിച്ചുകൊണ്ടുമായിരിക്കണം. ഇന്നല്ലാഹ യർലാലക്കും സലാസ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾക്ക് 3 കാര്യങ്ങൾ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വയക്റഹുലക്കും സലാസ, 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെറുക്കുന്നു. എന്നിട്ട് തൃപ്തിപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയാണ്, അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈഅ. ഒന്നാമത്തേത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുക. എന്നെ സൃഷ്ടിച്ചവൻ എന്റെ നാഥനാണ്, അവന് കീഴൊതുങ്ങിക്കൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക. രണ്ടാമത്തെ, വലാ തുശ്രികൂ ബിഹി ശൈഅ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വഅൻ തഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കൾ എന്നുള്ളതൊക്കെ ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായി നിങ്ങൾ നിലനിൽക്കുക. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടാണ്. അപ്പൊ നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആവണം. അതുപോലെ തന്നെ മറ്റെല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി ആയിരിക്കണം. വിശുദ്ധ ഖുർആനിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വകാന യഅ്മുറു അഹ്ലഹു, തന്റെ കുടുംബക്കാരോട് കൽപ്പിക്കാറുണ്ടായിരുന്നു, ബിസ്സലാത്തി വസ്സകാത്തി, നിസ്കാരവും സകാത്തും നിർവഹിക്കാൻ വേണ്ടി. വകാന ഇൻദ റബ്ബിഹി മർദിയാ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം റബ്ബിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവനായിരുന്നു. ആ തൃപ്തി മറ്റുള്ളവരും നേടിയെടുക്കാൻ വേണ്ടി കുടുംബക്കാരെയും മറ്റ് താനുമായി ഇടപഴകുന്ന ആളുകളെയും ഒക്കെ ആ തൃപ്തിയിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു. നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും ഒക്കെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മള് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർബന്ധദാനമായിക്കൊണ്ടും സദഖയായിക്കൊണ്ടും നൽകുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, തൃപ്തിക്ക് വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ അറിയിക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കും അതിലൂടെ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണ് എന്ന്. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക. അപ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൈവശം നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ, അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞിട്ട് ഒരു 590 ഗ്രാം വെള്ളിക്കുള്ള സമ്പത്ത് നീക്കിയിരിപ്പുണ്ടെങ്കിൽ, ബാക്കിയുണ്ടെങ്കിൽ അത് അതിൽ 2.5% പാവങ്ങളുടെ അവകാശമായി സക്കാത്തായി നീക്കി വെക്കണമെന്ന് പറഞ്ഞു. അത് നിർവഹിക്കുന്നവന് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. നിർവഹിക്കാത്തവർ ഹറാമായ മുതലാണ് തിന്നുന്നത്. നമ്മുടെ അടിസ്ഥാന ആവശ്യം കഴിഞ്ഞിട്ട് 590 ഗ്രാം വെള്ളി ഏതാണ്ട് ഇന്നത്തെ വില അനുസരിച്ച് 1,75,000 രൂപ വരും. ആ 1,75,000 രൂപക്കുള്ള നമ്മുടെ അടുക്കൽ ബാക്കി നീക്കിയിരിപ്പുണ്ടെങ്കിൽ അതിന്റെ 2.5%. ഇപ്പൊ 100 രൂപയിൽ 97 രൂപയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അള്ളാഹു നമ്മെ അനുവദിച്ചു. അതിന്റെ 2.5%, 2.5 രൂപ മാത്രമേ അള്ളാഹു പാവങ്ങളുടെ അവകാശമായിട്ട് നിങ്ങൾ വകവെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ.
ആരോഗ്യം തന്നവൻ, നമുക്ക് ജന്മം തന്നവൻ, എല്ലാ സൗകര്യങ്ങളും തന്നവൻ, പ്രവർത്തനശേഷിയും ബുദ്ധിയും ചിന്താശേഷിയും എല്ലാം നൽകിയ റബ്ബ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നാം നൽകുന്നത്, അതാ അള്ള പറഞ്ഞതല്ല, നാം നൽകിയതിൽ നിന്ന് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാം. അള്ള നൽകിയതാണ് എല്ലാ അനുഗ്രഹങ്ങളും. ജീവിതം അള്ള നൽകിയതാണ്, പ്രവർത്തനശേഷി അള്ളാഹു നൽകിയതാണ്, എല്ലാ കഴിവും അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാന ആവശ്യം കഴിച്ചിട്ടാണ് ഈ പറയുന്നത്. അവനവന്റെ വീട്ടിലേക്ക് അത്യാവശ്യമായി വേണ്ട ഭക്ഷണം, കുട്ടികൾക്കും മറ്റും വേണ്ടി വാങ്ങുന്ന വസ്ത്രം, അതുപോലെ തന്നെ പാർപ്പിടം തുടങ്ങിയ അത്യാവശ്യങ്ങൾ കഴിച്ചിട്ട് 590 ഗ്രാം വെള്ളിക്കുള്ള പണം നമ്മുടെ കൈവശം ഉണ്ടായിട്ട് അത് മുഴുവൻ കൊടുക്കണം എന്നല്ല പറഞ്ഞ്, അതിന്റെ 2.5% കൊടുക്കണം എന്നാ പറഞ്ഞ്. ഞാൻ പറഞ്ഞല്ലോ 100 രൂപക്ക് 97 നമുക്ക് ഉപയോഗിക്കാം, ബാക്കി 2.5 പാവങ്ങളുടെ അവകാശമായി വകവെച്ച് കൊടുക്കണം. എന്തിന്? മറലാത്തില്ല, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണമെന്ന്. അത് ചെയ്യാത്ത ആളുകളോട് അള്ളാഹു കോപിക്കുമെന്നും പറയുന്നു. അത് കാരണം അത് ഹറാമിന്റെ മുതലാണ്, അത് സാധുവിന്റെ അവകാശമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബേ റബ്ബേ. അല്ലാഹ് അന്റെ റസൂല് ചോദിക്കാ അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക? മത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണത്തിൽ ഹറാം കലർന്നിട്ടുണ്ട്. മൽബസുഹു ഹറാം, അവന്റെ വസ്ത്രത്തിൽ ഹറാം കലർന്നു. മശ്റബുഹു ഹറാം, അവന്റെ പാനീയത്തിൽ ഹറാം കലർന്നിട്ടുണ്ട്. മൽബസുഹു ഹറാം, അവന്റെ വസ്ത്രത്തിൽ ഹറാം കലർന്നിട്ടുണ്ട്. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുക? അപ്പൊ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന, അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കലാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തെ ലംഘിക്കലാണ് ഈ പാവങ്ങളുടെ അവകാശം വകവെച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ നമസ്കാരം നിലനിർത്തുന്നത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. സക്കാത്ത് നൽകുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കോപത്തെ ഭയപ്പെട്ടുകൊണ്ടുമായിരിക്കണം. അങ്ങനെ ജീവിതത്തിലെ കർമ്മങ്ങൾ ക്രമപ്പെടുത്തണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചൊരു കാര്യമുണ്ട്. നമ്മള് കുറെ നോമ്പ് വെച്ചത് കൊണ്ടോ, റമദാനിൽ കുറെ അധികം പള്ളിയിൽ സമയം കഴിച്ചു കൂട്ടിയോണ്ടോ, കുറെ ഖുർആൻ ഓതി തീർത്തത് കൊണ്ടോ മാത്രം അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായിട്ട് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അറിയിച്ചിട്ടുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദി ഇല്ലാ ബിമഫ്തറതുഹു, ഞാൻ അവന് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അവൻ ചെയ്യാതെ അവൻ ഒരിക്കലും എന്റെ അടുക്കലേക്ക് അടുക്കാൻ സാധ്യമല്ല. അത് വളരെ ഗണ്യമായിട്ട് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ഇല്ലാ ബിമഫ്തറതുഹു, ഞാൻ അവന്റെ മേൽ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്യാതെ അവൻ ഒരിക്കലും എന്റെ അടുക്കലേക്ക് അടുക്കാൻ കഴിയില്ല. എന്നാൽ സുന്നത്തായി ഞാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ വർദ്ധിപ്പിക്കുമ്പോൾ അവൻ കൂടുതൽ കൂടുതൽ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ അവൻ ചോദിക്കുന്നത് ഞാൻ അവന് നൽകും. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. അവൻ എന്നോട് സഹായം തേടിയാൽ ഞാൻ അവനെ സഹായിക്കും. അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അഭയം നൽകും. അത് അള്ളാഹു നമ്മെ അറിയിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, മറ്റെല്ലാ ഹജ്ജ് സാധിക്കുന്ന ആളുകൾ ഹജ്ജ്, ഇങ്ങനെ തുടങ്ങി അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവന്റെ കോപത്തെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ അടിമ എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഒരു പരിധി വരെ ഭൗതിക ലോകത്ത് തന്നെ എനിക്കും നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിർബന്ധമാക്കിയ കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുമ്പോ നമസ്കരിക്കാതിരിക്കുക, നോമ്പനുഷ്ഠിക്കാതിരിക്കുക, അള്ളാഹു സാമ്പത്തികമായി ശേഷി ഉണ്ടായിട്ടും ഒന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അങ്ങനെ തോന്നും, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നവനാണല്ലോ എന്ന്. മാനസികമായിട്ടൊരു അകൽച്ച നമുക്ക് തന്നെ അനുഭവപ്പെടുന്നു. അത് ഖുർആൻ തന്നെ പറഞ്ഞതാ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദികേട് കാണിക്കുന്നവനാണ്. എന്നിട്ട് അറിയാം, ഇന്നഹു അലാ ദാലിക ലശഹീദ്, ഞാൻ നന്ദി കെട്ടവനാണ് എന്നതിന് ഞാൻ തന്നെ സാക്ഷിയാണ്. അവന്റെ മനസ്സാക്ഷി അവനോട് ഇങ്ങനെ പറയും, ഞാൻ നന്ദി കെട്ടവനാണ്. അതാ ഇന്നഹു അലാ ദാലിക ലശഹീദ്,
അവൻ തന്നെ സാക്ഷിയാണ്, അവൻ നന്ദി കെട്ടവനാണ് എന്നതിന് അവൻ തന്നെ സാക്ഷിയാണ്. അവൻ ഞാൻ നന്ദി കേട് കാണിക്കുമ്പോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസാക്ഷി എന്നോട് പറയും, ഞാൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരുപാട് അകന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്നഹു അലാ ദാലിക ലശഹീദ്, അവൻ തന്നെ സാക്ഷിയാണ്, അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നവനാണ്. അപ്പൊ നമ്മളെ മനസ്സിനോട് ചോദിക്കാം, നോക്കൂ നിങ്ങള്, അള്ളാഹു നമ്മിലേക്ക് കൂടുതൽ അടുത്തവനാണ് എന്ന ആയത്ത് ഖുർആനിൽ അള്ളാഹു ഉൾപ്പെടുത്തിയത് നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്താണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്ത് അൽ-ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾക്കിടയിലാണ് പടച്ച തമ്പുരാൻ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർശുദൂൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ ദാസന്മാർ നബിയെ താങ്കളോട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇന്നി ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണെന്ന് പറയൂ. റമളാനിലെ കർമ്മങ്ങളിലൂടെ മറ്റ് മാസങ്ങളിൽ ജീവിതത്തിൽ ഇബാദത്തുകളിലും മറ്റ് പല കാര്യങ്ങളിലും വീഴ്ച വരികയും തിന്മയിൽ മുഴുകി ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അടിമ റമളാനിന്റെ മഹത്വം കേട്ട് മനസ്സിലാക്കി റമളാനിൽ അള്ളാഹുവിലേക്ക് അടുക്കണം, ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിൽ വരികയും ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ തന്നെ തോന്നും, ഞാൻ ഇപ്പോൾ അള്ളാഹുവിലേക്ക് മാനസികമായി അടുത്തുകൊണ്ടിരിക്കുന്നു, എനിക്കിപ്പോ അള്ളാഹിനോട് ചോദിക്കാനുള്ള അർഹതയുണ്ട് എന്ന് ഓരോ മനുഷ്യന്റെ മനസാക്ഷി പറയാം. അതാ എന്റെ അടിമ താങ്കളോട് എന്നെ കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ അവനിൽ വളരെ സമീപസ്ഥനാണെന്ന് പറയൂ. അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ്. നമ്മൾ മാനസികമായിട്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുമ്പോ അത് നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്നഹു അലാ ദാലിക ലശഹീദ്, അവന്റെ മനസാക്ഷി തന്നെ അതിന് സാക്ഷിയാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് അടുക്കുക, നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കുക, അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും സുന്നത്താക്കിയ കർമ്മങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ നിലക്ക് അള്ളാഹുവിലേക്ക് മാനസികമായി അടുക്കുക. അള്ളാഹുവിലേക്ക് മാനസികമായി ഞാൻ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് വാക്കുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും അടുക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ച് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ഉണർത്തുകയാണ്. തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, വിശ്വാസികൾക്കും മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു. ജന്നാത്തി അദ്നിൻ, അല്ലെങ്കിൽ വാഗ്ദാനം നൽകുന്നു ആ വാക്കിന്റെ നേർക്കേറുള്ള അർത്ഥം. ജന്നാത്തി അദ്നിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകൾ. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരായിരിക്കും. അപ്പൊ മസാക്കിന ത്വയ്യിബ, വിശിഷ്ടമായ പാർപ്പിടം വാസസ്ഥലങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഈ ജന്നാത്തി അദ്നിൻ, ആ സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പിൽ. വരിളുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് എല്ലാറ്റിനേക്കാളും വലുതായിട്ടുള്ളത്. അള്ളാഹിന്റെ തൃപ്തി നേടുക, അങ്ങനെ അള്ളാഹിന്റെ തൃപ്തിയിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ലോകത്ത് കഴിഞ്ഞുകൂടുക, അതെന്തൊരു വല്ലാത്തൊരു നിർവൃതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതാ വരിളുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ റിളുവാൻ, തൃപ്തിയാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അത് മഹത്തായ വിജയമാകുന്നു, അല്ലെങ്കിൽ അതത്രേ മഹത്തായ വിജയം. അപ്പൊ ആ മഹത്തായ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാണോ അല്ലേ എന്ന് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കണം. ഏത് കർമ്മങ്ങളാണെങ്കിലും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കർമ്മമാണോ ഞാൻ ചെയ്യുന്നത്, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വാക്കുകളാണോ ഞാൻ പറയുന്നത്. നോമ്പ് നമ്മളെ അതിന് പ്രാപ്തരാക്കുന്നുണ്ടല്ലോ. അനാവശ്യമായ ഒരു കാര്യവും പറയാതെ ഒരാൾ ചീത്ത പറഞ്ഞാൽ പോലും ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥ നമ്മളെ ആ ശ്രദ്ധയും ബോധമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ആ നിലക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുക.
പറയുന്ന വാക്കുകൾ അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാകുമോ എന്ന് ചിന്തിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി മരണപ്പെടുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അവന്റെ അടുക്കൽ ഹാജരാകുമ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മലക്കുൽ മൗത്ത് ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർളിയ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് നീ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി വരൂ എന്ന് പറയും. ഫയഖൂലുൽ മലക്കുൽ മൗത്ത് ലിറൂഹിഹി, മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനോട് പറയും, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഈമാൻ കൊണ്ട് ശാന്തി അടഞ്ഞ നഫ്സേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാൻ, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും നീ പുറപ്പെട്ടു കൊള്ളുക എന്ന്. അവിടെ മുതൽ ഒരു മനുഷ്യന് സന്തോഷമാണ് ജീവിതത്തിൽ. എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിൽ അവസാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങുന്ന വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ശാന്തിയുടെ സമാധാനത്തിന്റെ ലോകത്തേക്ക് മടങ്ങിപ്പോവുകയാണ് ഒരു വിശ്വാസി. ആ നിലക്ക് റാഹത്തായിട്ടുള്ള മരണം ഒരു മുഅ്മിൻ ഉണ്ടാകും. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയും ജീവിതം ക്രമപ്പെടുത്തിയാൽ എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. റഹ്മാനെ, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് നാഥ നീ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരുന്ന റഹ്മാനെ, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിച്ചതുപോലെ ശുദ്ധമായ മനസ്സുമായി നിന്നിലേക്ക് തിരിച്ചു വരുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അള്ളാഹുവെ, സുദൃഢമായ യഖീനായ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്ന റബ്ബേ, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദൗർഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും നീ പാപമോചനം നൽകണ റബ്ബേ. അവരുടെ ബർസഖ് ജീവിതം നീ സ്വർഗീയമാക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ ഓരോരുത്തരും പല നിലക്കുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ആളുകളുണ്ട്. ഇബാദത്തുകൾ എടുക്കാൻ പള്ളിയിൽ പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നാഥ, ഞങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. അള്ളാഹുവെ, സാമ്പത്തികവും ജോലി സംബന്ധമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ, ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളെയും നീ നീക്കിത്തരണ റബ്ബേ. രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബേ. ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും ഞങ്ങൾക്ക് കൺകുളിമയും സമാധാനവും പ്രദാനം ചെയ്യുന്ന റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.